ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗിക മീഡിയയായ കാത്തലിക്കേറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഈ വർഷത്തെ പഠന പുസ്തകങ്ങളായ രൂത്ത്, എസ്തർ എന്നിവയെക്കുറിച്ചുള്ള പഠനം നടത്തുവാനായിട്ട് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. കാത്തലിക്കേറ്റ് ഓൺലൈൻ മീഡിയയുടെ ആവശ്യപ്രകാരമാണ് ഈ പഠനം നടത്തുന്നത്. ഇതൊരു ചോദ്യോത്തര രീതിയിലുള്ളതായ പഠനമല്ല. ഓരോ അധ്യായവും പഠിക്കുകയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുവാനുമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഈ വർഷത്തെ പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗങ്ങൾ രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകമാണല്ലോ. എസ്തേറിൻ്റെ പുസ്തകവും രൂത്തിൻ്റെ പുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ വിടുതലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വിഷയങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ് രൂത്തും എസ്തേറും. രൂത്ത് മൊവാബ്യ വംശജയും എസ്തേർ യഹൂദ വംശജയുമായിരുന്നു. ദൈവഭക്തരും വിശ്വസ്തരും ദൈവമേൽപ്പിച്ച എല്ലാ സാഹചര്യങ്ങളിൽ നന്മകളും വെല്ലുവിളികളും വിശ്വാസത്തോടും വിശ്വസ്തയോടും ആത്മസംയമനത്തോടും അഭിമുഖീകരിച്ച വനിതകളായിരുന്നു രൂത്തും എസ്തേറും. കുലീനകളും വിവേകമതികളും ധീരരുമായിരുന്നു ഇവർ ഇരുപേരും. എസ്തേറിൻ്റെ പുസ്തകമാണല്ലോ നാം ഇന്ന് കാത്തലിക്കേറ്റ് മീഡിയയിലൂടെ പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ പഠന വിഷയത്തിലെ എസ്തേർ എന്ന പുസ്തകം നമുക്ക് ദൈവനാമത്തിൽ വിചിന്തനം ചെയ്യാം. എസ്തേറിൻ്റെ പുസ്തകം ദൈവാശ്രയത്തിൻ്റെയും സ്വജനത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെയും ദൈവകൃപയുടെയും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിനും ഇയ്യോബിൻ്റെ പുസ്തകത്തിനും മധ്യേയാണ് എസ്തേറിൻ്റെ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ള സ്ത്രീ കഥാപാത്രമാണ് എസ്തേർ. ദൈവം എന്ന വാക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ദൈവിക സാന്നിധ്യവും ദൈവത്തിൻ്റെ വിടുതലും ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ നടത്തിപ്പും വ്യക്തമായി ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സുമുഖിയും രൂപവതിയുമായിരുന്നു എസ്തേർ. എസ്തേറിന് ഹദസ്സ എന്ന മറ്റൊരു പേരുമുണ്ടായിരുന്നു. ഈ വനിതയുടെ നാമത്തിലുള്ള ഈ പുസ്തകത്തിലൂടെ ആ കാലഘട്ടത്തിലെ ഭരണരീതി, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവസ്ഥകൾ എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കും. പ്രവാസികളായിത്തീർന്ന യഹൂദർ അവരുടെ ജീവിത രീതിയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസ രീതികളും അവരുടെ ജീവിത നടത്തിപ്പും മനസ്സിലാക്കുന്നതിനും ഈ പുസ്തകം ഉപയുക്തമാകുന്നു. ഹിന്ദു മുതൽ കൂശു വരെ, അതായത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ പടർന്നു കിടന്നിരുന്ന 127 സംസ്ഥാനങ്ങളിലെ ഭരണാധിപനായിട്ട് അന്ന് ഭരണം നടത്തിയിരുന്നത് അഹശ്വേരോശ് രാജാവായിരുന്നു. BC 486 മുതൽ 465 വരെയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയപ്പെടുന്നു. എസ്തേർ എന്ന പദത്തിന് മറഞ്ഞിരിക്കുന്ന പ്രകാശം എന്ന് ഒരു അർത്ഥം കൂടി ഉണ്ട്. യഹൂദാജനം ഇരുട്ടിലായിരുന്നപ്പോൾ അവരുടെ വിടുതലിന് വേണ്ടി ഈ മറഞ്ഞിരുന്ന പ്രകാശത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. ഹദസെ എന്ന നാമത്തിന് സുഗന്ധമുള്ളതായ ചെടിയെന്നും കറ്റാർ വാഴയെന്നുമൊക്കെ അർത്ഥം പറയുന്നു.
നീതിയുടെയും സൗന്ദര്യത്തിൻ്റെയും മനോബലത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും എല്ലാം ഒരു പ്രതീകമായിട്ട് ഹദസ എന്ന പദം എടുക്കപ്പെടുന്നുണ്ട്. പേർഷ്യൻ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന യഹൂദരിൽ നിന്നും അഹശ്വേരോസ് രാജാവിൻ്റെ ഭരണമേഖലയിലേക്ക് വന്ന മൊർദെഖായിയും അദ്ദേഹത്തിൻ്റെ വളർത്തുമകളായ എസ്തേറും ഈ പുസ്തകത്തിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ്. ഈ എസ്തേർ എന്ന പുസ്തകം നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ അത് മനോഹരമായ ഒരു വാങ്മയ ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. കഥാപാത്രങ്ങൾ മാത്രമല്ല, കഥാസന്ദർഭങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വിവിധ മനുഷ്യരുടെ ജീവിത രീതികളും എല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 1ഉം 2ഉം അധ്യായം അതിൻ്റെ ആമുഖമാണ്. 3 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമാഹരിച്ചിരിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ 10-ാം അധ്യായം അവസാനിക്കുന്നത് വരെ ഉപസംഹാരമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിലെ 1-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അഹശ്വേരോസ് രാജാവിൻ്റെ മഹിമ ആധിക്യത്തിന് ഉതകുന്ന രീതിയിലുള്ള 180 ദിവസം നീണ്ടുനിന്ന വിരുന്നിനെ കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. രാജകീയമായിട്ടുള്ള എല്ലാ പ്രതാപങ്ങളും ആഡംബരങ്ങളും ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ വിരുന്ന് ഒരുക്കിയിരുന്നത് അന്നത്തെ സകല പ്രഭുക്കന്മാർക്കും അന്നത്തെ വിവിധ സംസ്ഥാനപതികൾക്കും വേണ്ടിയായിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജധാനിയിൽ നടത്തിയിരുന്ന ആ വിരുന്ന് ശൂഷൻ രാജധാനിയുടെ ശൂഷൻ എന്ന തലസ്ഥാനത്തിൻ്റെ അഹശ്വേരോസ് എന്ന രാജാവിൻ്റെ എല്ലാ പ്രതാപങ്ങളെയും കാണിച്ച് നൽകുന്നതായിരുന്നു. ഈ പ്രധാനപ്പെട്ടതായ വിരുന്നിൻ്റെ അവസാനത്തിൽ 7 ദിവസം സകല ജനങ്ങൾക്കും വേണ്ടി ഉദ്യാനപ്രകാരത്തിലും ഒരു വിരുന്ന് നടത്തിയിരുന്നു. സർവ്വ മനുഷ്യരും വീഞ്ഞു കുടിച്ച് ലഹരിക്ക് അടിമപ്പെട്ടിരുന്നതായ 7-ാം ദിവസം രാജാവ് അന്നത്തെ രാജ്ഞിയായിരുന്ന രാജപത്നിയായിരുന്ന വസ്തിയെ സർവ ആഡംബര വിഭൂഷിതമായ വസ്ത്രധാരണത്തോടുകൂടി രാജകീയ കിരീടം അണിയിച്ച് രാജധാനിയിൽ കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരെയും അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഷണ്ഡന്മാരെ നിയോഗിക്കുകയാണ്. പ്രധാനമായിട്ടും അവിടെ ഷണ്ഡന്മാരെ നിയോഗിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിൽ മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിത്ത, അബദ്ധ, സെയ്ഥർ, കർക്കസ് എന്നീ 7 ഷണ്ഡന്മാരെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്. സുമുഖിയും സുന്ദരിയും അതേപോലെ തന്നെ തേജസ്സുള്ളവളുമായിരുന്ന വസ്തി രാജ്ഞി ഈ ഒരു ക്ഷണം നിരാകരിക്കുന്നു. പുരുഷാധിപത്യമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഒരു രാജാവിൻ്റെ കൽപ്പന നിരാകരിച്ച വസ്തി രാജ്ഞി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, 7 ദിവസം നീണ്ടു നിന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വിരുന്ന് വസ്തി രാജ്ഞി അവിടെ നടത്തുകയായിരുന്നു. 2, തൻ്റെ സൗന്ദര്യം മറ്റു പുരുഷന്മാരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ ഇഷ്ടമില്ലായിരുന്നു എന്ന് ഒരഭിപ്രായവുമുണ്ട്. 3, ഉറച്ച നിലപാടുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു വസ്തി എന്നും പറയപ്പെടുന്നു. 4, രാജകീയ പ്രൗഢിയേക്കാൾ, രാജാവിൻ്റെ പത്നി എന്നതിനേക്കാൾ, സാമ്പത്തികമായ ചുറ്റുപാടിനേക്കാൾ, പ്രതാപത്തേക്കാൾ, എല്ലാ പദവികളേക്കാൾ, എല്ലാ ഐശ്വര്യത്തേക്കാൾ അവളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവൾക്കൊരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ രാജാവിൻ്റെ പത്നി എന്നുള്ള നിലയിൽ രാജാവിനെ അനുസരിക്കുക എന്നത് ജനങ്ങളുടെ മുൻപിൽ രാജപത്നി നിർവഹിക്കേണ്ട ഒരു ചുമതല കൂടിയായിരുന്നു എന്ന ഒരഭിപ്രായവും വസ്തിയുടെ നിലപാടിനെക്കുറിച്ച് ഉണ്ട്. പല തരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ചിന്തിക്കാവുന്ന ഒരു കഥാപാത്രമാണ്. തിരിച്ച് നമുക്ക് എസ്തേറിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരോട്
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാജാവ് കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ എടുത്തിരുന്നതിൻ്റെ തെളിവ് ഉദാഹരണമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രധാന പ്രഭുക്കന്മാരോട് എന്താണ് ഈ നിരാകരണത്തിന് കൊടുക്കേണ്ട മറുപടി എന്ന് രാജാവ് ആലോചന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രഭുക്കന്മാരിൽ പ്രധാനിയായിരുന്ന മെമുഖാൻ, അവിടെ പ്രഭുക്കന്മാരായിട്ടുണ്ടായിരുന്നത് കർശന, ശേഥാർ, അദംധ, തർശിഷ്, മേരസ്, മർസേന, മെമുഖാൻ എന്ന 7 പ്രഭുക്കന്മാരായിരുന്നു. അതിൽ മെമുഖാൻ തൻ്റെ മറുപടി രാജാവിനെ അറിയിക്കുന്നു. അതായത് രാജ്ഞി അനുസരണക്കേടാണ് കാണിച്ചത്. രാജാവിനോട് മാത്രമല്ല 127 സംസ്ഥാനങ്ങളിലെ ജനങ്ങളോടും രാജ്ഞി അന്യായം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ അന്യായം സകല സ്ത്രീകളും അറിയും. അവർ ഭർത്താക്കന്മാരെ നിന്ദിക്കും. നിന്ദയും നീരസവും ഈ 127 സംസ്ഥാനങ്ങളിലും അധികരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു രാജകൽപ്പന, വസ്തി ഇനിമേലാൽ രാജാവിൻ്റെ മുൻപിൽ വരരുതെന്നും വസ്തിയേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ രാജാവ് ഇതിന് പകരമായിട്ട് രാജ്ഞിയായി തിരഞ്ഞെടുക്കണമെന്നും മെമുഖാൻ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഈ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് രാജാവ് ഒരു രാജകൽപ്പന അതത് സ്ഥലത്തെ ഭാഷയിലും അതത് ആളുകളുടെ അക്ഷരത്തിലും അയക്കുകയാണ്. അതായത് ഏത് പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തൃത്വം നടത്തണമെന്നും ഓരോരുത്തരും സ്വഭാഷ സംസാരിക്കണമെന്നും രാജകൽപ്പന അയക്കുന്നു. ഇതിൻ പ്രകാരം വസ്തി രാജ്ഞിക്ക് രാജ്ഞി പദവി നഷ്ടപ്പെടുന്നതായിട്ടാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന 1-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന 3-4 പാഠങ്ങളുണ്ട്. 1-ാമത്തെ പാഠം എന്ന് പറയുന്നത് രാജാവിൻ്റെ അഹന്തയും അഭിമാനവും നയിക്കുന്നതായിട്ടുള്ള ആ വലിയ വീഞ്ഞ് സൽക്കാരത്തെക്കുറിച്ചാണ്. ഏത് സ്ഥലത്തും വീഞ്ഞ് സൽക്കാരം നടത്തുമ്പോൾ നാമൊക്കെയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്താവിഷയമുണ്ട്. അത് സദൃശ്യവാക്യങ്ങളിലേക്കാണ് നാം കടക്കേണ്ടത്. സദൃശ്യവാക്യം 24-ാം അധ്യായം 31-32 വാക്യങ്ങൾ പഠിക്കുമ്പോൾ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. ഇത് തന്നെയാണ് അഹശ്വേരോശ് രാജാവിൻ്റെ രാജസന്നിധിയിലും നടന്നത്. കാരണം പിന്നീട് വസ്തി രാജ്ഞിയോട് ചെയ്തതിനെക്കുറിച്ച് അല്പമായിട്ട് രാജാവ് ദുഃഖിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് ദൈവം നൽകിയ ദാനങ്ങൾ മിതമായി ഉപയോഗിക്കാതെ ആർഭാടമായി അത്യാഡംബരമായി ഉപയോഗിക്കുന്നത് ദുരുപയോഗമാണ്. രാജകീയ സന്നിധിയിലാണെങ്കിലും അതിന് പിന്നീട് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന പാഠവും നമ്മൾ പഠിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വസ്തിയുടെ ഈ ഒരു മാറ്റം ഒരു ദൈവീകമായ തിരഞ്ഞെടുപ്പാണ്. അതുവഴിയാണ് എസ്തേറിന് രാജസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. നാലാമതായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് അന്ന് കാലഘട്ടത്തിൽ പുരുഷാധിപത്യ മനോഭാവം ഉണ്ടായിരുന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രഭുക്കന്മാരുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജകീയ ഭരണരീതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട്. രാജകീയമായിട്ടുള്ള വിരുന്നുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു പാനീയം, വിശിഷ്യ വീഞ്ഞ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ധനികനും രാജ്യാതിർത്തികൾ വളരെ വലുതായിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ BC 486 മുതലുള്ളതായ ആ ഭരണക്രമത്തെക്കുറിച്ചാണ് എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമുക്കൊരു ചിത്രം പോലെ നൽകിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഈ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ച് ആമുഖമായിട്ട് പഠിക്കുവാൻ ഉള്ള അധ്യായമാണ് 1-ാമത്തെ അധ്യായം. എസ്തേർ എന്ന കഥാപാത്രത്തെ നമുക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടാം.
വസ്തിയുടെ നീക്കം എസ്തേറിന് വഴിയൊരുക്കിയതായിട്ട് നാം പഠിച്ചുവല്ലോ. ദൈവത്തിൻ്റെ വഴി അത്യത്ഭുതകരമാണെന്ന് എസ്തേർ എന്ന കഥാപാത്രത്തിലൂടെ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. വ്യക്തമായ തീരുമാനം വസ്തിക്കുണ്ടായിരുന്നു എന്നത് ശരി തന്നെ, പക്ഷേ രാജാവിനെ അനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല എന്നതും നാം മനസ്സിലാക്കുന്നുണ്ട്. ഭൗതികമായ നഷ്ടങ്ങളെ ഛേദമെന്നെണ്ണി പിൻപോട്ട് മാറിപ്പോയ വസ്തി എസ്തേറിന് ഒരു വഴി ഒരുക്കുക തന്നെ ചെയ്തു. നമ്മെ ഓരോരുത്തരെയും ദൈവിക പദ്ധതി അനുസരിച്ചാണ് ഓരോ ഉത്തരവാദിത്വത്തിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ എസ്തേറിനെ ദൈവിക പദ്ധതിക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. ആ സന്ദർഭങ്ങളിലൊക്കെ പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്ന് മാത്രമല്ല, തന്നോടൊപ്പം ഉണ്ടായിരുന്ന 7 ബാല്യക്കാരത്തികളും എസ്തേറിനോടൊപ്പം തന്നെ ഉപവസിച്ചു എന്നുള്ളത് എസ്തേറിൻ്റെ മാതൃകാപരമായ സ്വഭാവത്തിന് ഒരു അടയാളമായിട്ട് നിൽക്കുന്നു. 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ എസ്തേർ സുമുഖിയും രൂപവതിയുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അങ്ങേയറ്റം സുമുഖിയായിരുന്ന എസ്തേറിനോട് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ എസ്തേറിനോട് എല്ലാവർക്കും പ്രീതി തോന്നും എന്ന ഒരു വാക്യമുണ്ട്. ഇവിടെ നമുക്കൊരു വിശകലനം നടത്തേണ്ടതുണ്ട്. നമ്മളുമായിട്ട് ഇടപെടുന്ന എല്ലാവർക്കും നാം പ്രീതിയാണോ കൊടുക്കുന്നത്, ഭീതിയാണോ കൊടുക്കുന്നത്? ഇതും ഒരു പഠന വിഷയം തന്നെയാണ്. മൊർദെഖായി എന്ന വളർത്ത് പിതാവിനോട് അങ്ങേയറ്റം കടപ്പാടും നന്ദിയും അനുസരണവുമുള്ള ഒരു കഥാപാത്രമായിരുന്നു എസ്തേർ. അനാഥ ബാലികയായിരുന്നപ്പോൾ മാത്രമല്ല, എസ്തേർ രാജാവിൻ്റെ ശൂശനിലേക്ക് വന്നപ്പോൾ മാത്രമല്ല, മറിച്ച് രാജ്ഞിയായിരുന്നപ്പോഴും മൊർദെഖായിയോട് അങ്ങേയറ്റം കടപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കുലമേതെന്നോ വംശമേതെന്നോ ഗോത്രമേതെന്നോ പറയാതിരിക്കണം എന്ന ആ വാക്ക് തികച്ചും സൂക്ഷിച്ച് പരിപാലിച്ച വ്യക്തിയായിരുന്നു എസ്തേർ. തികഞ്ഞ അനുസരണത്തിന് മാതൃകയായിട്ട് എസ്തേറിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. 6-7 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എസ്തേറിൻ്റെ ജ്ഞാനം, ആത്മവിശ്വാസം എന്നിവ നിറഞ്ഞു നിൽക്കുകയാണ്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുവാനും നിൽക്കേണ്ട സ്ഥലത്ത് മാത്രം നിൽക്കുവാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനും എസ്തേറിന് ഒരു വലിയ കൃപ ഉണ്ടായിരുന്നു എന്നതും ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയും നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. ഈ സ്വഭാവം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടോ എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വെല്ലുവിളികൾ നേരിടുവാനുള്ള ഒരു ആന്തരികമായ ധൈര്യം എസ്തേറിനുണ്ടായിരുന്നു. ഉള്ളിൽ ഉറച്ച തീരുമാനങ്ങളും ഉറച്ച ധൈര്യവുമുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു എസ്തേർ. 5-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എസ്തേറിൻ്റെ ആന്തരിക ധൈര്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ തന്നെ 17-ാം വാക്യം പഠിക്കുമ്പോൾ അവളോട് കൃപയും പക്ഷവും തോന്നി എന്നൊരു വാക്യമുണ്ട്. ഒരു വ്യക്തിയോട് കൃപയും പക്ഷവും തോന്നണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എത്രമാത്രം ധന്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ ജീവിതത്തിലുടനീളം വിനയസമ്പന്നയായിരുന്നു എസ്തേർ. 4-ാം അധ്യായം പഠിക്കുമ്പോൾ ആ വിനയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ ജീവിതത്തിലുടനീളം സ്ഥിരത, കൺസിസ്റ്റൻസി ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു എസ്തേർ. എസ്തേർ ഹാമാൻ്റെ ഭവനം എസ്തേറിന് നൽകുമ്പോൾ അവിടെയും എസ്തേർ ആ വീടിൻ്റെ മേൽ വിചാരകനാക്കി മൊർദെഖായിയെ മാറ്റുകയാണ്. സ്വയ അവബോധം, ആത്മാഭിമാനം, വിവേകം, ധൈര്യം, കർമ്മകുശലത ഇവയെല്ലാം വാസ്തവത്തിൽ എസ്തേറിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. യഹൂദ ജനതയോടും വിശിഷ്യ തൻ്റെ വളർത്തച്ഛനായ മൊർദെഖായിയോടും വലിയ ക്രൂരത ചെയ്യുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ട് കഴുമരമൊക്കെയും നിർമ്മിച്ച ഹാമാൻ പിന്നീട് തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായ സമയത്ത് എസ്തേറിൻ്റെ രീതികളൊക്കെയും നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ്.
പെട്ടെന്ന് രാജാവിനോട് ഹാമാനെ ശിക്ഷിക്കുവാൻ പറയാതെ വളരെ തന്ത്രപരമായിട്ട് രാജാവും ഹാമാനും മാത്രമുള്ളതായ വിരുന്നുകൾ എസ്തർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വിരുന്നുകളുടെ ഒടുവിലാണ് എസ്തർ കൊടുക്കേണ്ടതായ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നത്. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന തീരുമാനം തൻ്റെ ജനതയ്ക്ക് വേണ്ടി എടുത്ത് ആ ജനതയെ വീണ്ടെടുക്കുന്നതിന് മുൻപായിട്ട് എസ്തർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം മാതൃകയാക്കേണ്ടതാണ്. എസ്തർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ശക്തി പ്രാപിച്ചു, വിവേകം നേടി. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും എപ്രകാരം ഉള്ളിൽ ശക്തി നൽകുവാൻ സാധിക്കുമെന്നും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വിവേകത്തോടുകൂടി ശക്തിയോടുകൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നും നമ്മെ പഠിപ്പിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകം ബലമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദൈവ നടത്തിപ്പിൻ്റെ അന്തർധാര ഒരു പ്രവാഹം പോലെ, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് സാധിക്കുന്നുണ്ട്. ദൈവം എന്ന പദം ആ പുസ്തകത്തിൽ പറയപ്പെടുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ നടത്തിപ്പും അദൃശ്യമായ കരവും സദാ പുസ്തകത്തിൽ ഉണ്ട്. എസ്തേറിൻ്റെ ദൃഢനിശ്ചയം അപുരീം ഉത്സവം നടത്തുന്നതിനെ കുറിച്ചുള്ളതായ തീരുമാനങ്ങളും നിശ്ചയങ്ങളും എഴുത്തായി സർവാധികാരത്തോടുകൂടി എഴുതി രേഖപ്പെടുത്തുന്നതായിട്ടുള്ള സന്ദർഭത്തിലുണ്ട്. ഇത്രമാത്രം സ്ഥിതപ്രജ്ഞയായി ദൃഢതയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി തൻ്റെ തീരുമാനങ്ങൾ പുരീം ഉത്സവത്തെക്കുറിച്ച് എടുക്കുന്നതിനും എസ്തേറിന് സാധിക്കുന്നുണ്ട്. അനാഥയായി ഉയർത്തെഴുന്നേറ്റ് രാജ്ഞിയായി തീർന്ന് സ്വജനത്തിന് വീണ്ടെടുപ്പ് നൽകിയ എസ്തേർ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച വ്യക്തിത്വമാണ്. അനുസരണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും കൃപയുടെയും അടയാളമാണ് എസ്തേർ. സ്വന്തം ജനത്തെക്കുറിച്ച് അവരുടെ കഷ്ടതയിൽ അവസരോചിതമായി ഇടപെടുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിലും മാതൃകാപരമായ 1-2 സന്ദർഭങ്ങൾ എസ്തേർ എന്ന കഥാപാത്രത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ബിഗ്ഥാൻ എന്നും തേരസ് എന്നും രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ 2 പേർ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ വാർത്തയറിഞ്ഞ് മൊർദെഖായി എസ്തേറിനെ ധരിപ്പിക്കുന്നു. സാധാരണഗതിയിൽ എസ്തേർ അത് നേരിട്ട് രാജാവിനെ അറിയിക്കാനാണ് സാധ്യത. എന്നാൽ എസ്തേർ ചെയ്തതാകട്ടെ മൊർദെഖായിയുടെ നാമത്തിൽ മൊർദെഖായി അറിഞ്ഞതാണ് ഈ വിവരം എന്ന രീതിയിൽ തന്നെ എസ്തേർ രാജാവിനെ അറിയിക്കുന്നു. ഉചിതമായിട്ട് സംസാരിക്കുവാനും ഉചിതമായി മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുവാനും എസ്തേർ ശ്രമിക്കുന്നു. അതിനാൽ മൊർദെഖായിയുടെ പേര് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയും ഇരിക്കുന്നു. അങ്ങനെ എസ്തേർ ആദ്യം മുതൽ തന്നെ അവസാനം വരെയും 10-ാം അധ്യായം വരെയും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ട് എസ്തേർ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ജനതയുടെ വീണ്ടെടുപ്പിനായി ദൈവീകമായ ആ നടത്തിപ്പനുസരിച്ച് തൻ്റെ വളർത്തു പിതാവായ മൊർദെഖായിയോട് വിധേയത്വത്തോടുകൂടെ പ്രവർത്തിച്ച് ഒരു ജനതയെ വീണ്ടെടുക്കുന്ന മിതത്വമുള്ള, അനുസരണമുള്ള, കുലീനയായ, വിവേകമതിയായ, ധൈര്യസമ്പന്നയായ, ഇച്ഛാശക്തിയുള്ള, തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുന്ന സുമുഖിയും രൂപവതിയുമായ സ്ത്രീരത്നമായിരുന്നു ഹദസ എന്ന എസ്തേർ.